ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് ഹാല. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കോംപ്ലക്സിറ്റി അനാലിസിസ് എന്നാണ്. ഒരു ആൽഗോരിതത്തിന്റെ എഫിഷ്യൻസിയെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് കോംപ്ലക്സിറ്റി അനാലിസിസ് എന്ന് പറയാം. കോംപ്ലക്സിറ്റി അനാലിസിസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ടൈമിന്റെ ബേസിലോ അല്ലെങ്കിൽ സ്പേസിന്റെ ബേസിലോ ആയിരിക്കും. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽഗോരിതം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് ടൈം എടുത്തു എന്നുള്ളതാണ്. അതിനെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക അതിന്റെ സൈസ് ഓഫ് ദ ഇൻപുട്ട് ആയിരിക്കും. ഈ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽഗോരിതം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് മെമ്മറി അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് സ്പേസ് എടുത്തു എന്നുള്ളതാണ്. അതിനെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ഇൻപുട്ട് സൈസ് ആയിരിക്കും. ഞാനിവിടെ കുറച്ച് പ്രോഗ്രാംസ് തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അതിന്റെ കോംപ്ലക്സിറ്റീസും തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 ആണ്. അപ്പം എന്താണ് പ്രോഗ്രാം എന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ലിസ്റ്റ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോ എലമെന്റിനെ അപ്പൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് 7 എന്ന് പറഞ്ഞൊരു എലമെന്റിനെ ഞാൻ ഇതിലേക്ക് കയറ്റി. ഫസ്റ്റ് 7, പിന്നീട് 80 എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത എലമെന്റിനെ അപ്പൻഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും ഞാൻ 9 അപ്പൻഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കിലായിട്ടായിരിക്കും അപ്പൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം 7, 8, 9 ആ ഒരു രീതിയിലായിരിക്കും അപ്പൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ എലമെന്റ്സ് തമ്മിൽ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺസ്റ്റന്റ് ടൈമിലായിരിക്കും ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഉണ്ടാവുക. അതായത് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1, അതായത് കോൺസ്റ്റന്റ് ടൈം കോംപ്ലക്സിറ്റി. ഇനി ഞാനൊരു 1 ലൂപ്പ് പ്രോഗ്രാം ആണ് തരുന്നത്. ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിലെ ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റ്സിനെ ഫൈൻഡ് ചെയ്യുക. അപ്പം ഇതെങ്ങനെയാണ് ഈ കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്തത്? ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൂപ്പാണ് തന്നിട്ടുള്ളത്. ഈ ലിസ്റ്റ് എത്ര വട്ടം കറങ്ങണം? സൈസ് ഓഫ് ദ ലിസ്റ്റ് വരെ കറങ്ങണം. അപ്പം ഇതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n ആയിരിക്കും. ഇതാണ് ഈ പ്രോബ്ലം വരുന്നത്. ഇത് ഈ പ്രോബ്ലത്തിന്റെ തന്നെ വേറൊരു സൊല്യൂഷനും കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. അത് 2 ലൂപ്പ് പ്രോഗ്രാം ആണ്. അപ്പം 2 ലൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n² ആയിരിക്കും. 2 ലൂപ്പ് ഉണ്ടല്ലോ. അപ്പം ഇതിൽ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോഗ്രാം ആയിരിക്കും. അതായത് ഒരു ലൂപ്പിലെ പ്രോഗ്രാം ആണ് ഇതിന് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത്. അപ്പം കോംപ്ലക്സിറ്റി നമ്മൾ ഏറ്റവും കുറഞ്ഞതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അതായത് ഓർഡർ ഓഫ് 1, ഓർഡർ ഓഫ് log n, ഓർഡർ ഓഫ് n log n. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്താന്ന് പറഞ്ഞു തരാം. അപ്പൊ ഞാൻ ഓരോ പാട്ട് ഡിസ്കസ് ചെയ്യുന്ന ടൈമിലും അതെന്താണ്, അതിന്റെ ബെസ്റ്റ് കോംപ്ലക്സിറ്റി എന്താണ്, അതിന്റെ വേസ്റ്റ് കോംപ്ലക്സിറ്റി എന്താണെന്നൊക്കെ പറഞ്ഞുതരും. അപ്പൊ ഇനി ഒരുപാട് റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിഗ് നൊട്ടേഷൻ അതെന്താണ്, അതേപോലെ അത് ഈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക. അപ്പം മെയിൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പം താങ്ക് യു.